ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അനീഷ് ലേണിംഗ് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു മോക്ക് ടെസ്റ്റാണ്. PSC ബുള്ളറ്റിൻ പുറത്തിറക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പണ്ഡിറ്റ് കറപ്പിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പണ്ഡിറ്റ് കറപ്പിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ഓപ്ഷൻസ്: കേരളത്തിൻ്റെ ലിങ്കൻ എന്ന് വിളിക്കപ്പെട്ടു, ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു, ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചു, യുക്തിവാദിയുടെ പത്രാധിപരായിരുന്നു. ആൻസർ ഓപ്ഷൻ എ, കേരളത്തിൻ്റെ ലിങ്കൻ എന്ന് വിളിക്കപ്പെട്ടു. കേരളത്തിൻ്റെ ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അടുത്തത്, പ്രഥമ EMS മന്ത്രിസഭയിൽ ഹരിജനക്ഷേമ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി ആര്? പ്രഥമ EMS മന്ത്രിസഭയിൽ ഹരിജനക്ഷേമ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി. ആൻസർ ഓപ്ഷൻ എ, PK ചാത്തൻ മാസ്റ്റർ. PK ചാത്തൻ മാസ്റ്റർ ആയിരുന്നു പ്രഥമ EMS മന്ത്രിസഭയിൽ ഹരിജനക്ഷേമ വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രി. അടുത്തത്, ശബ്ദിക്കുന്ന കലപ്പ എന്ന കൃതി രചിച്ചതാര്? ശബ്ദിക്കുന്ന കലപ്പ രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, പൊൻകുന്നം വർക്കി. ശബ്ദിക്കുന്ന കലപ്പ എന്ന കൃതി രചിച്ച വ്യക്തിയാണ് പൊൻകുന്നം വർക്കി. അടുത്തത്, എവിടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത്? എവിടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ സി, ആലത്തൂർ. ആലത്തൂരിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്തത്, എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് ചാവറ അച്ഛൻ സ്ഥാപിച്ച സംവിധാനം ഏത്? എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് ചാവറ അച്ഛൻ സ്ഥാപിച്ച സംവിധാനം. ആൻസർ ഓപ്ഷൻ ബി, പള്ളിക്കൂടം. പള്ളിക്കൂടമാണ് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിന് ചാവറ അച്ഛൻ സ്ഥാപിച്ച സംവിധാനം. അടുത്തത്, പാലാഴി മദനം രചിച്ചതാര്? പാലാഴി മദനം എന്ന കൃതി രചിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി, കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാറാണ് പാലാഴി മദനം എന്ന കൃതി രചിച്ചത്. അടുത്തത്, ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ആൻസർ ഓപ്ഷൻ ബി, കാവാരിക്കുളം കണ്ടൻ കുമാരൻ. കാവാരിക്കുളം കണ്ടൻ കുമാരനാണ് ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അടുത്തത്, ആരുടെ നേതൃത്വത്തിലാണ് ഭാഷാപോഷിണി ആരംഭിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് ഭാഷാപോഷിണി ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി, കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഭാഷാപോഷിണിയുടെ ആദ്യത്തെ പത്രാധിപനാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സംഘാടകർ ആര്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സംഘാടകർ. ആൻസർ ഓപ്ഷൻ സി, കേരള പ്രൊവിഷ്യൻസ് കോൺഗ്രസ് കമ്മിറ്റി. കേരള പ്രൊവിഷ്യൻസ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സംഘാടകർ. അടുത്തത്, തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അക്കാമ ചെറിയാൻ. അടുത്തത്, ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവ്. ആൻസർ ഓപ്ഷൻ ഡി, അയ്യങ്കാളി. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അടുത്തത്, 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാര്? 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത്. ആൻസർ ഓപ്ഷൻ സി, EMS നമ്പൂതിരിപ്പാടാണ്. 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ച വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. അടുത്തത്, അഭിപ്രായം ഇരുമ്പുലയ്ക്കല്ല എന്ന് പറഞ്ഞതാര്? അഭിപ്രായം ഇരുമ്പുലയ്ക്കല്ല എന്ന് പറഞ്ഞത്. ആൻസർ ഓപ്ഷൻ സി, CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമനാണ് അഭിപ്രായം ഇരുമ്പുലയ്ക്കല്ല എന്ന് പറഞ്ഞത്. അടുത്തത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ LMS മിഷണറി ആര്? തിരുവിതാംകൂറിലെ ആദ്യത്തെ LMS മിഷണറി. ആൻസർ ഓപ്ഷൻ ബി, WT റിങ്കിൾ ടോപ്പ്. WT റിങ്കിൾ ടോപ്പാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ LMS മിഷണറി. അടുത്തത്, മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പദ്യം രചിച്ചതാര്? മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പദ്യം രചിച്ച വ്യക്തിയാണ്. ആൻസർ ഓപ്ഷൻ സി, വള്ളത്തോൾ. വള്ളത്തോളാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന പദ്യം രചിച്ചത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജാതി വിരുദ്ധ സമരം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജാതി വിരുദ്ധ സമരം അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി, ചേങ്ങറ സമരം. ചേങ്ങറ സമരമാണ് ഈ തന്നിരിക്കുന്നവയിൽ ജാതി വിരുദ്ധ സമരം അല്ലാത്തത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രൈബൽ പ്രസ്ഥാനം അല്ലാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ട്രൈബൽ പ്രസ്ഥാനം അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ഡി, ചാന്നാർ പ്രക്ഷോഭം. ബാക്കിയുള്ളതെല്ലാം ട്രൈബൽ പ്രസ്ഥാനമാണ്. ഈ താഴെ തന്നിരിക്കുന്നതിൽ ചാന്നാർ പ്രക്ഷോഭം മാത്രമാണ് ട്രൈബൽ പ്രസ്ഥാനം അല്ലാത്തത്. അടുത്തത്,
മുസ്ലിം സാംസ്കാരിക സംഘടനയായ മുഹമ്മദീയ സഭയുടെ സ്ഥാപകൻ ആര്? മുസ്ലിം സാംസ്കാരിക സംഘടനയായ മുഹമ്മദീയ സഭയുടെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ എ മക്തി തങ്ങൾ. മക്തി തങ്ങളാണ് മുസ്ലിം സാംസ്കാരിക സംഘടനയായ മുഹമ്മദീയ സഭയുടെ സ്ഥാപകൻ. അടുത്തത് ജനപാഠശാലയുടെ സ്ഥാപകൻ ആര്? ജനപാഠശാലയുടെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ. ജനപാഠശാലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ്. അടുത്തത് കേരളമിത്രം പത്രത്തിൻ്റെ ആദ്യ പത്രാധിപർ ആര്? കേരളമിത്രം പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ. ആൻസർ ഓപ്ഷൻ ബി കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരളമിത്രം പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപരാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അടുത്തത് തുടക്കത്തിൽ എവിടെ നിന്നാണ് കേരള കൗമുദി ആരംഭിച്ചത്? തുടക്കത്തിൽ എവിടെ നിന്നാണ് കേരള കൗമുദി ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി മയ്യനാട്. മയ്യനാടിൽ നിന്നാണ് തുടക്കത്തിൽ കേരള കൗമുദി ആരംഭിച്ചത്. അടുത്തത് ചേരമാർ മഹാജനസഭയുടെ സ്ഥാപകൻ ആര്? ചേരമാർ മഹാജനസഭയുടെ സ്ഥാപകൻ. ആൻസർ ഓപ്ഷൻ എ പാമ്പാടി ജോൺ ജോസഫ്. പാമ്പാടി ജോൺ ജോസഫാണ് ചേരമാർ മഹാജനസഭയുടെ സ്ഥാപകൻ. അടുത്തത് സ്വാമി ആഗമാനന്ദനുമായി ബന്ധപ്പെട്ട ആശ്രമം ഏത്? സ്വാമി ആഗമാനന്ദനുമായി ബന്ധപ്പെട്ട ആശ്രമം. ആൻസർ ഓപ്ഷൻ ബി രാമകൃഷ്ണ അദ്വൈത ആശ്രമം. സ്വാമി ആഗമാനന്ദനുമായി ബന്ധപ്പെട്ട ആശ്രമമാണ് രാമകൃഷ്ണ അദ്വൈത ആശ്രമം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുമാരനാശാൻ്റെ രചന അല്ലാത്തതേത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുമാരനാശാൻ്റെ രചന അല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ബി വിലാപം. വിലാപം കുമാരനാശാൻ്റെ രചനയല്ലാത്തതാണ്. അടുത്തത് ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകയും പത്രാധിപരും ആരായിരുന്നു? ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകയും പത്രാധിപരും ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി അന്നാച്ചാണ്ടി. അന്നാച്ചാണ്ടിയാണ് ശ്രീമതി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകയും പത്രാധിപരും. അടുത്തത് കല്ലുമാല സമരം അറിയപ്പെട്ട മറ്റൊരു പേരെന്ത്? കല്ലുമാല സമരം അറിയപ്പെട്ട മറ്റൊരു പേര്. ആൻസർ ഓപ്ഷൻ സി പെരിനാട് ലഹള. കല്ലുമാല സമരം അറിയപ്പെട്ട മറ്റൊരു പേരാണ് പെരിനാട് ലഹള എന്ന്. അടുത്തത് ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCC പ്രസിഡൻ്റായിരുന്നത് ആര്? ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCC പ്രസിഡൻ്റായിരുന്നത്. ആൻസർ ഓപ്ഷൻ എ കെ കേളപ്പൻ. ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് KPCCയുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ. അടുത്തത് വാഗൺ ട്രാജഡി നടന്ന തീയതി ഏത്? വാഗൺ ട്രാജഡി നടന്ന തീയതി. ആൻസർ ഓപ്ഷൻ സി 1921 നവംബർ 10. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. അടുത്തത് കേരളൻ എന്ന പത്രം ആരംഭിച്ചതാര്? കേരളൻ എന്ന പത്രം ആരംഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി രാമകൃഷ്ണപിള്ള. രാമകൃഷ്ണപിള്ളയാണ് കേരളൻ എന്ന പത്രം ആരംഭിച്ചത്. അടുത്തത് ഏതു സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ? ഏത് സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ? ആൻസർ ഓപ്ഷൻ ബി ഈഴവ. ഈഴവ സമുദായത്തിൽപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ വനിതാ സംഘടന ഏത്? കേരളത്തിലെ ആദ്യത്തെ വനിതാ സംഘടന. ആൻസർ ഓപ്ഷൻ എ സ്ത്രീ സമാജം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സംഘടന എന്നറിയപ്പെടുന്ന സ്ത്രീ സമാജമാണ്. അടുത്തത് തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏത്? തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി. ആൻസർ യൂത്ത് ലീഗ്. തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് യൂത്ത് ലീഗാണ്. അടുത്തത് ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ആര്? ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത്. ആൻസർ MM ചെറിയാൻ. MM ചെറിയാനാണ് ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നത്. അടുത്തത് സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചതാര്? സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചത്. ആൻസർ ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് സഹോദരി കുറത്തി എന്ന പദ്യം രചിച്ചത്. അടുത്തത് ജ്ഞാനോദയം യോഗം സ്ഥാപിതമായ വർഷമേത്? ജ്ഞാനോദയ യോഗം സ്ഥാപിതമായ വർഷം. ആൻസർ ഓപ്ഷൻ എ 1906. 1906 ജ്ഞാനോദയ യോഗം സ്ഥാപിതമായത്. അടുത്തത് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചതാര്? ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി സി കൃഷ്ണൻ. സി കൃഷ്ണനാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത്. അടുത്തത് 1881 കൊച്ചിയിൽ കേരളമിത്രം പത്രം സ്ഥാപിച്ചതാര്? 1881 കൊച്ചിയിൽ കേരളമിത്രം എന്ന പത്രം സ്ഥാപിച്ചതാര്? ആൻസർ ദേവ്ജി ഭീംജി. 1881 കൊച്ചിയിൽ കേരളമിത്രം എന്ന പത്രം സ്ഥാപിച്ചത് ദേവ്ജി ഭീംജിയാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരെയാണ് മഹാത്മാഗാന്ധി മലബാറിൽ വ്യക്തി സത്യാഗ്രഹത്തിനായി നിയോഗിച്ചത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരെയാണ് മഹാത്മാഗാന്ധി മലബാറിൽ വ്യക്തി സത്യാഗ്രഹത്തിനായി നിയോഗിച്ച വ്യക്തി? ആൻസർ AV കുട്ടിമാളു അമ്മ.
താഴെ കൊടുത്തിരുന്നവയിൽ മഹാത്മാഗാന്ധി മലബാറിൽ വ്യക്തി സത്യാഗ്രഹത്തിനായി നിയോഗിച്ച വ്യക്തി AV കുട്ടിമാളു അമ്മയാണ്. അടുത്തത് മുർക്കോത്ത് കുമാരൻ പത്രാധിപത്യം വഹിച്ചിരുന്ന പ്രസിദ്ധീകരണം ഏത്? മുർക്കോത്ത് കുമാരൻ പത്രാധിപത്യം വഹിച്ചിരുന്ന പ്രസിദ്ധീകരണം. ആൻസർ ഓപ്ഷൻ സി മിതവാദി. മിതവാദി എന്ന പ്രസിദ്ധീകരണത്തിലാണ് മുർക്കോത്ത് കുമാരൻ പത്രാധിപത്യം വഹിച്ചിരുന്നത്. അടുത്തത് സമസ്ത കേരള പുസ്തകാലയ സമിതി എവിടെയാണ് ആരംഭിച്ചത്? സമസ്ത കേരള പുസ്തകാലയ സമിതി എവിടെയാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ സി തൃശ്ശൂർ. തൃശ്ശൂരിലാണ് സമസ്ത കേരള പുസ്തകാലയ സമിതി ആരംഭിച്ചത്. അടുത്തത് ആരുടെ ആത്മകഥയാണ് എതിർപ്പ്? എതിർപ്പ് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? ആൻസർ കേശവദേവ്. കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ് എന്നുള്ളത്. അടുത്തത് ദേശസേവികാ സംഘം സ്ഥാപിച്ചതാര്? ദേശസേവികാ സംഘം സ്ഥാപിച്ചത്. ആൻസർ സി അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് ദേശസേവികാ സംഘം സ്ഥാപിച്ചത്. അടുത്തത് കോഴിക്കോട്ട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ചതാര്? കോഴിക്കോട്ട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ചത് സി കൃഷ്ണൻ. സി കൃഷ്ണനാണ് കോഴിക്കോട്ട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ചത്. അടുത്തത് 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി ആര്? 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ആൻസർ ജെ ഡൗസൺ. ഡൗസനാണ് 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വ്യക്തി. അടുത്തത് തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചതാര്? തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത്. ആൻസർ റിങ്കിൾ ടോബ്. റിങ്കിൾ ടോബാണ് തെക്കൻ തിരുവിതാംകൂറിൽ ആദ്യമായി ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ച വ്യക്തി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കേരള PSC ബുള്ളറ്റിൻ പുറത്തുവിട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. പ്രീവിയസ് ഇയറിലെ മുൻവർഷത്തിൽ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളതുമാണ്. നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.